അല്ലെങ്കിൽ ലവ് ജിഹാദും പിന്നെ ഹിന്ദുത്വവും ഇങ്ങനത്തെ പിന്നെ മോഡി ഫാക്ടർ മോഡി മിടുക്കനാണ് അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ വോട്ട് തരണം എന്നൊക്കെ പറയുന്ന ഷോ അല്ല ആ ഒരു പ്രകടന പരസ്യത്തേക്ക് അപ്പുറം അവിടെ ഇപ്രാവശ്യം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ വാർഡുകളൊക്കെ ജയിച്ച BJP അതൊരു സത്യമാണ്. കോർപ്പറേഷൻ ഇലക്ഷൻ പോലെയാണോ ഈ MLA? അതെ എന്തോ 2020 കടകംപള്ളി ജയിക്കേ ലോക്സഭയാണ്. അപ്പോൾ ലോക്സഭയാണ് ഇങ്ങനെയുള്ള ഒരുപാട് അനുകൂല ഫാക്ടേഴ്സ് മുതൽ അനുകൂലമായിട്ടുണ്ട്. BJP കണക്കൂട്ടുന്ന അവിടെ ജയിക്കുമെന്നാണ് കാൽക്കുലേഷൻ. അങ്ങനെയാണ് BJPയുടെ കാൽക്കുലേഷൻ അവിടെ ജയിക്കുന്നു. അതെ. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം സംസാരിച്ചില്ല, ഞാൻ സാന്ദർഭ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഈ കേന്ദ്രത്തിലെ കണക്കൂട്ടലെല്ലാം തെറ്റും. എല്ലാ കണക്കൂട്ടലില്ല. കാരണം എല്ലാ കാലത്തും മോദിയുടെ പിന്തുണ ഉണ്ടെന്നും പിന്നെ ജയിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് ആര് പിടിക്കോ അവര് കേരളം ഭരിക്കും എന്നൊരു ചൊല്ലുണ്ട്. 14 മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പിടിച്ചാൽ അവർ ബാക്കി മണ്ഡലത്തിൽ കുറച്ച് സീറ്റ് പിടിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും വിട്ടുവന്ന മണ്ഡലം കഴക്കൂട്ടാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, അതുപോലെ മുൻ MLA ശരത്ചന്ദ്ര പ്രസാദ്. കടകംപള്ളി ഇപ്പോഴും വെച്ചാൽ 3.0 ആണ്. പിണറായി 3.0 പോലെ കടകംപള്ളി 3.0 ആണ്. മുരളീധരൻ പറഞ്ഞാൽ 5 വർഷമായിട്ട് മുരളീധരൻ ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് വലിയ വെല്ലുവിളിയൊന്നും പറയുന്നില്ല, എന്നാലും വിജയം എനിക്കാന്ന് പറയുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ കഴക്കൂട്ടത്തെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ശബരിമല ഭക്തർ ആർത്തുപ്പം? ശബരിമല മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത പഴയ കഴക്കൂട്ടമല്ല. CPMന് ജയിക്കാവുന്ന നിലയിൽ മുറിച്ചു വച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. നമ്മൾ പല മണ്ഡലങ്ങളെയും കുറിച്ചുമ്പോൾ പല ആറ്റിപ്ര, ഉള്ളൂർ, പഴയ സ്ഥലം CPMന് നല്ല വേരുകളുള്ള സ്ഥലങ്ങളെല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണത്. ആലുവ കട്ട് ചെയ്യും പോലെ. അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങ് കിടപ്പുണ്ട്. പിന്നെ ഇങ്ങനെ ടൗണിലും ഉള്ളൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരെ വരുന്നുണ്ട് അവർ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക മണ്ഡലമാണ്. കടകംപള്ളി സുരേന്ദ്രന് ഈ ശബരിമല വിഷയമൊന്നും സീരിയസ് ആയിട്ട് അവിടെ ഏറ്റിട്ടില്ല. പക്ഷേ മുരളീധരൻ താങ്കൾ പറഞ്ഞ പോലെ 5 വർഷമായി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ വിഷയം അതെന്ന് വെച്ചാൽ ഇപ്പോൾ കാട്ടാക്കട 15 വർഷമായിട്ട് ആരുണ്ട് അവിടെ? കൃഷ്ണദാസുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? ഒരു പർട്ടിക്കുലർ ലെവലിനപ്പുറം വോട്ട് പിടിക്കില്ല. 30,000 33,000 വോട്ട് പിടിക്കും. പക്ഷേ അത് പോരാ, 40,000 കൂടുതൽ പിടിക്കണം. ചാത്തന്നൂർ ഗോപകുമാർ 2 പ്രാവശ്യം ഉണ്ട് അവിടെ. 30,000-അപ്പുറം പോകില്ല, 35,000 താഴെ നിൽക്കും. മുരളീധരൻ 2ാമത്തെ തവണയാണ് മത്സരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അവിടെ 5 വർഷമായിട്ട് അവിടെ ഉണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ ലെവലിനപ്പുറം വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജയിക്കാൻ പറ്റത്തില്ല. ശരത്ചന്ദ്ര പ്രസാദും ചെമ്പഴന്തി കോളേജിൽ പഠിച്ച ആളാണ്. അദ്ദേഹം അവിടുത്തെ ഈഴവരിൽ നല്ല സ്വാധീനമുള്ള ആളാണ്, കോൺഗ്രസ്സുകാരനാണ്. അവിടെ ശരത്ചന്ദ്ര പ്രസാദിനെ നമുക്കങ്ങനെ എഴുതി കളയാൻ പറ്റുന്നൊരു കാൻഡിഡേറ്റ് അല്ല. അദ്ദേഹം വോട്ട് പിടിക്കാം. പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജയിക്കുമെന്നാണ്, അത് നമുക്കറിയില്ല. എന്തായാലും മുരളീധരനും കടകംപള്ളിയായിട്ടാണ് മത്സരമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കഴക്കൂട്ടത്ത് ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഈ CPMന് സൗകര്യമായിട്ട് വെട്ടിമുറിച്ചു എന്ന് പറയുന്നത്. അവിടെ ഇപ്രാവശ്യം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ വാർഡുകളൊക്കെ ജയിച്ച BJP ആണ്. അതൊരു സത്യമാണ്. കോർപ്പറേഷൻ ഇലക്ഷൻ പോലെയാണോ ഈ MLA? അല്ല, അങ്ങനെ നമ്മൾ പറയരുതല്ലോ. ഈ കോർപ്പറേഷൻ അല്ല, പാർലമെന്റ് ഇലക്ഷൻ പോലുമല്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 11 സീറ്റിലാണ് BJP 11 സീറ്റിലാണ് BJP പിടിച്ചത്, നിയമസഭാ മണ്ഡലങ്ങൾ. പക്ഷേ എന്നിട്ടും കാട്ടാക്കടയൊക്കെ 5,000 വോട്ടിന് മുരളീധരൻ പിന്നെ ലീഡ് ചെയ്തില്ലേ? നിയമം ലീഡ് ചെയ്തില്ലേ? ലോക്സഭയിലെ ഒരു പ്രത്യേകം ലോക്സഭാ ഇലക്ഷനിൽ ഒരു മോദി ഫാക്ടർ വലിയൊരു ഘടകമാണ്. അത് രാജ്യത്തെമ്പാട് അത് മോദി ഫാക്ടർ പിന്നെ സ്വാധീനിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നാണ് ഈ 11 മണ്ഡലങ്ങൾ. പക്ഷേ കേരളത്തിൽ BJPക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് അവർ തെളിയിക്കണം. മോദിയുടെ പിൻബലത്തിൽ മാത്രമല്ല, നമുക്ക് സ്വന്തമായി മണ്ഡലം ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ അതിനുള്ളൊരു അവസരമാണ് ഇപ്പം കേന്ദ്രം ഈ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇങ്ങനെ ഇതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സീറ്റും നേടാതെ ഈ പറഞ്ഞ BJP നാണം കെടുകയാണെങ്കിൽ ഈ കേന്ദ്രത്തിന്റെ കണക്കൂട്ടലെല്ലാം തെറ്റും. കാരണം എല്ലാ കാലത്തും മോദിയുടെ പിന്തുണ ഉണ്ടെന്നും പിന്നെ ജയിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലുള്ള ആ മണ്ഡലങ്ങളുടെ സ്വഭാവം മാറിയെന്നുള്ളത്. ചുവപ്പിൽ നിന്ന് കാവിയിലേക്ക് മാറിയതിൻ്റെ ഭാഗത്താണ് ആ വാർഡുകളൊക്കെ ജയിച്ചു വന്നത്. പിന്നെ കടകംപള്ളിക്കെതിരെ അവിടെ വലിയ പിന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വിരോധമുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ ഈ കടകംപള്ളിക്കെതിരെ വലിയൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അവിടെയുള്ള സാർ അംഗീകരിക്കുന്ന ഒരു സാധനമാണ്. ഈ മാത്രമല്ല, ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഭദ്രാളി ക്ഷേത്രത്തെ ബന്ധപ്പെട്ട് വന്ന ഒരു വിവാദം, അത് അദ്ദേഹത്തിന് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ വന്നൊരു കാര്യം. ഇപ്രാവശ്യം അത് സാധ്യതയില്ല എന്നല്ല. കാരണം എല്ലാ കാലത്തും അത് ഈ പറഞ്ഞ പോലെ CPMനെതിരായിട്ടുണ്ട്. നമുക്ക് 2019 നമുക്കറിയാമല്ലോ, ഈ യുവതി പ്രശ്നത്തെ ബന്ധപ്പെട്ട് അതിന്റെ ഗുണമല്ല കോൺഗ്രസിന്. എന്തോ 2021 ലോക്സഭയാണ്. അപ്പോൾ ലോക്സഭയാണ്. പക്ഷേ ലോക്സഭയിലെ ബെനിഫിറ്റ് ഉണ്ടായത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സാണ്. അത് BJPക്ക് ഒന്നും കിട്ടിയില്ലല്ലോ. അല്ലല്ല സാറേ, അത് കാരണം വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെ ഈ പറഞ്ഞ വിശ്വാസം തൊട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ തിരിയുന്നുള്ളതാണ്. മറ്റ് മറുഭാഗത്ത് ആര് ജയിപ്പിക്കുന്നുള്ളതല്ല. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഗുണവത്തായിട്ട് ഇപ്പുറത്ത് BJP നിൽപ്പുണ്ടെന്നുള്ളതാണ് ഒരു പിന്നെ മറ്റവരെ കുഴയ്ക്കുന്നത്, കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഒരു സാധനം. കാരണം ഈ എതിരെയാവുന്ന ഈ ശബരിമലയ്ക്ക് പിന്നെ എതിരെ വരുന്ന വോട്ടുകളിൽ എത്ര ഞങ്ങൾക്ക് കിട്ടും, എത്ര അവർക്ക് കിട്ടും എന്നുള്ളൊരു ആശങ്ക ഈ എല്ലാ പാർട്ടികളിലും മുന്നണിയിലും ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഇവർ തുറന്നൊരു സീറ്റ് ഇപ്പോൾ VD സതീശൻ 110 പറഞ്ഞ ആളിപ്പോൾ താഴെ 80-ലെത്തി. അപ്പോൾ ഓരോ ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണും ജനങ്ങളുടെ ഒരു ഇടപെടലും ആകെ മാറിക്കഴിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പോടി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിൽ വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നു. അത് വരും കാലത്തിൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പുതിയൊരു പാത തുറക്കും എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഇപ്പോൾ കഴക്കൂട്ടം സംബന്ധിച്ചിട്ട് ശരത്പ്രസാദ് പിടിക്കുന്ന വോട്ട് പോലും കടമ്പള്ളി കിട്ടുമെന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. ത്രികോണ ഫൈറ്റാണ് അവിടെ, അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സാധനമാണ്. ബി മുരളീധരന് എഡ്ജുണ്ട്. സാറ് പറഞ്ഞാൽ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്വാഭാവികത്തിൽ എഡ്ജുണ്ട്. പിന്നെ സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അനുകൂല ഫാക്ടേഴ്സ് മുരളീധരന് അനുകൂലമായിട്ടുണ്ട്. BJP കണക്കൂട്ടുന്ന അവിടെ ജയിക്കുമെന്നുള്ള കാൽക്കുലേഷൻ അങ്ങനെയാണ്. BJPയുടെ കാൽക്കുലേഷൻ അവിടെ ജയിക്കുമെന്നാണ്. അതെ. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം സംസാരിച്ചു വെച്ചില്ല, ഞാൻ സാന്ദർഭ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. BJP 2014 മോഡിയുടെ ഒരു മോഡി എഫക്റ്റ് കൊണ്ടാണ് ഇത്രയും ഹൈപ്പ് കേരളത്തിലും വന്നത്. അതെ. അത് കൂടെ ഇപ്പോൾ ഒരു 20 വർഷത്തെ കണക്കെടുക്കാം. 14 മുതൽ ഇങ്ങോട്ടുള്ളത് ഒരു 20 വർഷത്തെ കണക്കെടുത്താൽ കേരളത്തിലെ പരിസ്ഥിതി രംഗത്ത്, കേരളത്തിലെ സാമൂഹ്യ രംഗത്ത്, കേരളത്തിലെ സാംസ്കാരിക രംഗത്ത്, കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ കാര്യത്തിൽ, കേരളത്തിലെ യുവാക്കളുടെ കാര്യത്തിൽ, കേരളത്തിലെ കുട്ടികളുടെ ആക്രമണത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ BJP എവിടെയായിരുന്നു? അവർ ഈ സഭാ നേതൃത്വവും സഭയെ പിടിക്കലും അല്ലെങ്കിൽ ലവ് ജിഹാദും പിന്നെ ഹിന്ദുത്വവും ഇങ്ങനത്തെ പിന്നെ മോഡി ഫാക്ടർ, മോഡി മിടുക്കനാണ് അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് വോട്ട് തരണം എന്നൊക്കെ പറയുന്ന ഷോ അല്ല, ആ ഒരു പ്രകടന പരത്തേക്ക് അപ്പുറം കേരളത്തിലെ ഇപ്പോൾ കയറ്, കൈത്തറി, കശുവണ്ടി, തീരദേശം, റബ്ബർ കർഷകർ ഇങ്ങനെ തുടങ്ങിയ വലിയൊരു ജനവിഭാഗം അസംതൃപ്തരായിട്ട് കേരളത്തിലുണ്ട്. അതുപോലെ അംഗനവാടി കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, തീർച്ചയായും അവർ അസംതൃപ്തരാണ്. ആശാ വർക്കേഴ്സ് കേന്ദ്രത്തിൻ്റെ പദ്ധതിയും കൂടെയാണ്, അവർ അസംതൃപ്തരാണ്. ഈ അസംതൃപ്തരായ ജനതയെയും ബുദ്ധിമുട്ടുന്ന ജനതയെയും അഡ്രസ്സ് ചെയ്യാൻ BJP എന്താണ് മടിക്കുന്നത്? അല്ല, BJPയുടെ ഒരു പരാജയം അവിടെയാണ്. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ, എന്തുകൊണ്ട് BJP സ്വന്തം നിലയിൽ കേരളത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനകീയ പ്രശ്നങ്ങളിൽ അവിടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ വെയിലുള്ള മടിയുള്ളവരുടെ കോൺഗ്രസ്സുകാരെന്ന് പറയാറുണ്ട്. CPM പോലെയല്ല. അവർ ഈ പറഞ്ഞതുപോലെ പിന്നെ എന്താണ് തീയിൽ കുരുത്താൻ വേലത്ത് പാടില്ല. അവരെത്ര രൂക്ഷമായ സമരത്തിന് തയ്യാറാവും. പക്ഷേ കോൺഗ്രസ് തയ്യാറല്ല. എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നത് വെച്ചാൽ ഈ വെള്ളം ഇട്ട് നിൽക്കും, 5 വർഷം നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷയെ എപ്പോഴും തെറ്റിക്കുന്നത് ഈ BJP നിൽക്കുന്നതുകൊണ്ടാണ്. ഇവർ വരും കാലങ്ങളിലെങ്കിലും ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ പറഞ്ഞാൽ ഈ വ്യത്യസ്തമായ ഒരുപാട് മേഖലകൾ സാർ സൂചിപ്പിച്ചല്ലോ, ആ മേഖലകളിലൊക്കെ ഇടപെടൽ നടത്തിയാൽ മാത്രമേ ജനമനസ്സിൽ BJP സ്ഥാനം ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാലത്തും ഒരു ശബരിമല കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരു മോദി കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ കാലത്തും മോദിയെ കാണിച്ച് ജയിക്കാം. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കാം, BJP ജയിച്ചു വരുന്ന സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ മോദിയെ മാത്രം കാണിച്ചില്ല. അവരവിടെ സാറ് പറഞ്ഞാൽ വികസനങ്ങളും എല്ലാ കാര്യം ഇടപെട്ടുകൊണ്ടാണ് അവരുടെ വീണ്ടും ജയിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചാൽ ഒരു പഞ്ചായത്ത് ഭരണം കിട്ടിയാൽ പോലും അതിനെ നിലനിർത്താതെ തമ്മിൽ തല്ലി പോകുന്ന ഒരു സംസ്കാരം BJP എന്ന് മാറ്റുന്നോ അന്ന് മാത്രമേ ഇവിടെ പറഞ്ഞാൽ ജനങ്ങൾ അവർക്ക് പിന്തുണ പൂർണ്ണമായിട്ട് കൊടുക്കുള്ളൂ എന്നുള്ളതാണ് ഒരു നഗ്നമായ യാഥാർത്ഥ്യം.